السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ജുമാ നമസ്കാരത്തിന് പള്ളിയിൽ വരുമ്പോഴുള്ള മര്യാദകളാണ് നമ്മൾ അവസാനമായി സൂചിപ്പിച്ചിരുന്നത്. അതില് പ്രധാനപ്പെട്ട ഒന്നാണ് ഇമാമിനോട് അടുത്തിരിക്കുക എന്ന് പറയുന്നത്. അതായത് നാം ചെയ്യുന്ന ഇബാദത്തുകളും ദിക്റുകളും തസ്ബീഹുകളും ഒക്കെ അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങാനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചെറിയ പ്രവർത്തികൾക്ക് പോലും മഹത്തായ വലിയ പ്രതിഫലങ്ങളുണ്ട്. സമറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്, ഉഹ്ളുറുദ്ദിക്ർ, നിങ്ങൾ ദിക്ർ ചൊല്ലുന്ന സദസ്സുകളിൽ നിങ്ങൾ ഹാജരാവുക. ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുതുബ, ഉപദേശങ്ങൾ, അതുപോലെ പള്ളിയിലുള്ള ക്ലാസ്സുകൾ, ഇതിനൊക്കെ ദിക്ർ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആണ് ഫസ്ഔ ഇലാ ദിക്രില്ലാ, വെള്ളിയാഴ്ച ബാങ്ക് വിളി കേട്ടാൽ നിങ്ങൾ ദിക്റുല്ലാഹിലേക്ക് ധൃതിയിൽ പോകണം, വേഗത്തിൽ പോകണം എന്ന് പറഞ്ഞു. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദ്നു മിനൽ ഇമാം, നിങ്ങൾ ഇമാമിനോട് അടുത്തു വരിക. ധന എന്ന് പറഞ്ഞ അടുത്തു എന്നാണ്. അതാണ് വദ്നു, നിങ്ങൾ അടുത്തു വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫൈന്നർ റജുല ലാ യസാലു യതബാഅദ്, ഒരാൾ ഇമാമിൽ നിന്ന് അകന്നു നിൽക്കുന്നിടത്തോളം ഹത്താ യുഅഖറു ഫിൽ ജന്ന, അങ്ങനെ സ്വർഗത്തിലും അള്ളാഹു അവനെ പിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇമാമിനോട് അടുത്ത് നമ്മൾ എത്രത്തോളം അകന്നു നിൽക്കുന്നോ അത്രത്തോളം സ്വർഗത്തു നിന്ന് അകലെയാണ്. അടുക്കുന്തോറും സ്വർഗത്തിലേക്ക് അടുക്കുകയാണ്. വൈൻ ദഖലഹ, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചാലും ശരി, പക്ഷെ ഒരുപാട് അകന്ന് വളരെ വിദൂരത്തിലാണ് പ്രവേശിക്കുക. ഇമാം നവവി റഹ്മഹുല്ലാ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, യുസ്തഹബ്ബു ദുനൂബു മിനൽ ഇമാമി ബിൽ ഇജ്മാ, സഫുകളിൽ, അതായത് ഇമാമിനോട് ഏറ്റവും മടുത്തിരിക്കല് സുന്നത്താണെന്നതിൽ പണ്ഡിതന്മാര് ഏകോപിച്ചിരിക്കുന്നു. ലിതഹ്സീരി ഫളീലത്തി തഖദ്ദും ഫി സുഫൂഫി വഇസ്തിമാഇൽ ഖുതുബ, സഫുകളിൽ മുന്നിടുന്നതിന്റെയും ഖുതുബ കേൾക്കുന്നതിന്റെയൊക്കെ മഹത്വം ലഭിക്കുന്നതിന് വേണ്ടി ഏറ്റവും മുന്നിലിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ കൂലി. അപ്പൊ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് ഇമാമിനോട് അടുത്തിരിക്കുന്നതിന് എന്തുണ്ട്? പ്രത്യേകം പുണ്യമുണ്ട്. അത് നേരത്തെ തന്നെ പള്ളിയിൽ എത്തുക എന്നാണ്. ഒന്നാമത്തെ സഫിലായിരിക്കുക എന്നാണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത്. ആ ഒന്നാമത്തെ സഫിൽ കിട്ടണമെങ്കിൽ എന്ത് വേണം? ആദ്യം വരണം. അപ്പൊ ആദ്യം വരുന്നവർക്ക് എന്തുണ്ട്? ആദ്യ സമയത്ത് വരുന്നവർക്ക് ഒട്ടകം മറുത്ത് ധർമ്മം ചെയ്ത് പ്രതിഫലം കിട്ടും എന്നൊക്കെ ഹദീസിൽ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഇനി പള്ളി, ചില പള്ളികൾ എന്ത് ചെയ്യും? നല്ല വീതിയുള്ള സഫായിരിക്കും, നല്ല നീളുണ്ടാവും സഫിന്. അപ്പൊ ആ ഒന്നാമത്തെ സഫിൽ നിൽക്കലാണോ അതോ ഇമാമിന്റെ പുറകിൽ രണ്ടാമത്തെ സഫിൽ നിൽക്കലാണോ ഉത്തമം എന്ന് വരെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുക. അതിന് പണ്ഡിതന്മാർ പറയുന്നത് ഒന്നാമത്തെ സഫിൽ നിൽക്കലാണ്. അത് ഇമാമിൽ നിന്ന് വിദൂരമായാലും സഫ് ഒന്നാമത്തെ സഫിനാണ് രണ്ടാമത്തെ സഫിനേക്കാൾ കൂടുതൽ പുണ്യമുള്ളത് എന്ന്. അപ്പൊ അതാണ് ഒന്നാമത്തെ സഫിൽ നിൽക്കാൻ പരിശ്രമിക്കുക. അതാണ് ഈ ഹദീസിൽ നിന്നൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നൊന്ന്, പള്ളിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ പുറകിലോട്ട് കൈ കുത്തിയിരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെള്ളിയാഴ്ച നമ്മൾ ഇരിക്കുമ്പോ ഇടത്തെ കൈ പുറകിലായിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്നത് നബി വിലക്കിയിട്ടുണ്ട്. ഷരീദ് ബിനു സുവൈദ് തഖഫി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി പറയാണ്, മർറ ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ജാലിസുൻ ഹഖദ, ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുക്കലൂടെ നടന്നുപോയി. വഖദ് വളഅതു യദി അൽ യുസ്റ ഖൽഫ ലഹരി, ഞാൻ എന്റെ ഇടത്തെ കൈ എന്റെ മുതുകിന് പുറത്തായിട്ട് എന്റെ ബാക്കിലേക്ക് വെച്ചിട്ടുണ്ട്. വത്തഖഅതു അലാ ഇല്യതി യദി, അങ്ങനെ എന്റെ ഈ കൈയിന്റെ പെരുവിരലിന്റെ ഈ ഭാഗത്തായിട്ട്, ഉള്ളം കൈയിലായിട്ട് അതിങ്ങനെ ഞാൻ ഊന്നിയിരുന്നു കൊണ്ടാണ് ഇരുന്നിരുന്നത്.
ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതഖഉദു ഖഅദത്തൽ മഗ്ദൂബി അലൈഹിം, കോപിക്കപ്പെട്ട അവരുടെ ഇരുത്തമാണോ നീ ഇരിക്കുന്നത് എന്ന്. കോപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ മഗ്ദൂബി അലൈഹിം നമസ്കാരത്തിൽ പറയുന്നുണ്ടല്ലോ, ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, കോപിക്കപ്പെട്ടവരും പിഴച്ചവരുടെയും മാർഗത്തിലല്ല. ആ കോപിക്കപ്പെട്ടവരെ അറിഞ്ഞ യഹൂദികളാണ്. അത് ജൂതന്മാരുടെ ഇരുത്തമാണ്, ആ ഇരുത്തം ഇരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പള്ളിയിൽ ഇരിക്കുമ്പോ ഇടത്തെ കൈ പുറകിലായിട്ട് ചാരി ഇരിക്കാൻ പാടില്ല, അതിൽ കുത്തിയിട്ട് ഇടത്തെ കൈയിൽ ചാരി അതിൽ കുത്തി ചാരി ഇരിക്കരുത് എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉമറിന്റെ ഹദീസിൽ പറയുന്നത്, ഒരാൾ ഇടത്തെ കൈയിൽ തന്നെ ചാരിക്കൊണ്ട് നിസ്കാരത്തിൽ ഇരിക്കുന്നത് കണ്ടു എന്നാണ്. നിസ്കരിക്കുമ്പോ അയാൾ അത്തഹിയ്യാത്തിൽ ഇരുന്നപ്പോ എന്ത് ചെയ്തു, ഇങ്ങനെ ചാരി ഇടത്തെ കൈ കുത്തിയിരിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്ലിസ് ഹാകദ, നീ ഇങ്ങനെ ഇരിക്കണ്ട, ഫഇന്ന ഹാകദ യജ്ലിസുൽ ലദീന യുഅദ്ദബൂൻ, അല്ലാഹുവിന്റെ ശിക്ഷക്ക് വിധേയരാകുന്ന ജൂതന്മാരുടെ ഇരുത്തമാണ് ഇത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് മറ്റൊരു ഹദീസിലുള്ളത്. അപ്പൊ ഈ രണ്ട് ഹദീസുകള്, ഈ ഹദീസിലൊക്കെ നമുക്ക് മനസ്സിലാകുന്ന നിസ്കരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും രണ്ട് ഹദീസ് വന്നിട്ടുണ്ട്. ഒന്ന് നിസ്കരിക്കുമ്പോഴും മറ്റൊന്ന് പൊതുവും മുത്തലക്കായിട്ട് പൊതുവെയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ പണ്ഡിതന്മാര് പറയുന്നത്, ഏത് നിലക്കും ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇടത്തെ കൈ മാത്രം കുത്തിയിട്ട് അതിൽ ഊതിയിരിക്കരുത് എന്നാണ് അതിന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത്. ചില പണ്ഡിതന്മാര് പറഞ്ഞു, വൽ മുറാദു ബിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞിട്ട് കോപിക്കപ്പെട്ടവർ എന്ന് പറയാൻ കാരണം അതിൽ രണ്ട് ഫായിദയുണ്ട്. ഒന്ന്, അവരുടെ ഇരുത്തം, കോപിക്കപ്പെട്ടവരുടെ ഇരുത്തം നമ്മൾ ഇരിക്കരുത്, അവരോട് സാദൃശ്യപ്പെടാൻ പാടില്ല, ജൂതന്മാരോട് സാദൃശ്യപ്പെടരുത്. മറ്റൊന്ന്, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിഅമത്തിന് കാരണക്കാരായവ, അതായത് നിഅമത്ത് ലഭിക്കാനുള്ള അർഹതയുള്ളവരാണ്. അവരൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന്റെ കോപം ഇറങ്ങിയവരുടെ മാർഗം പിന്തുടരാൻ പാടില്ല എന്നാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അപ്പൊ ഇടത്തെ കൈ മാത്രം കുത്തിയിരിക്കുന്നത് മാത്രമാണ് ഇവിടെ വിലക്കുള്ളത് ഹദീസിൽ. ഒരാള് രണ്ട് കൈയും ബാക്കിലും ഇങ്ങനെ കുത്തിയിരിക്കുകയാണെങ്കിലോ അതിന് വിരോധമല്ല. രണ്ട് കൈയും പുറകിലോട്ട് കുത്തിയിരിക്കുകയാണെങ്കിൽ വിരോധമല്ല. അതേപോലെ വലത്തെ കൈ ഇരിക്കുകയാണെങ്കിലും വലത്തെ കൈ കുത്തിയിട്ടിരിക്കുകയാണെങ്കിലും വിരോധമല്ല. ഇടത്തെ കൈ മാത്രമാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഹാദിൽ ഖഅദ വസഫഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅന്നഹ ഖഅദത്തുൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞിട്ട് പറയാണ്, അമ്മ വലഉൽ യദൈനി കിൽതൈഹിമ, ഒരാൾ രണ്ട് കൈയും വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ മിൻ വറാഇ ളഹ്രിഹി, അവന്റെ പുറകിലേക്കായിട്ട്, വത്തക അലൈഹിമ, അതിൽ അവർ ഊന്നിയിരുന്നാൽ ഫലാബസ്, അതിന് വിരോധമല്ല. വലൗ വലഅൽ യദൽ യുംന ഫലാബസ്, വലത്തെ കൈ ഊന്നിയിരിക്കുകയാണെങ്കിലും വിരോധമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇടത്തെ കൈ ഊന്നിയിരിക്കുന്നത് മാത്രമാണ് വിലക്കുള്ളത്. അപ്പൊ അത് മാത്രമാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടതുള്ളൂ. സാധാരണ ഇടത്തെ കൈയാണ് എല്ലാവരും കുത്താറുള്ളത്. ഇരിക്കുന്നതിലൊരു സുഖം കിട്ടും, ഒരു ആശ്വാസം കിട്ടും, അതുകൊണ്ട് അങ്ങനെ കുത്തിയിരിക്കും. പക്ഷെ അത് അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നാണ് ഈ റിയാദു സാലിഹിന്റെ വിശദീകരണത്തിൽ പിന്നെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നത്. അതേപോലെ അദ്ദേഹത്തിനോട് ചോദിക്കാണ്, പിന്നെ ഒരാൾ യഹൂദികളെ പിന്തുടരാണ് എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല, എന്നാൽ അയാൾക്ക് അങ്ങനെ ഇരിക്കുന്നതിൽ ഒരു ആശ്വാസം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വിരോധമുണ്ടോ? അപ്പൊ അദ്ദേഹം ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ രണ്ട് കൈയും കുത്തിക്കോട്ടെ, രണ്ട് കൈയും മൂന്നി ഇരിക്കുകയാണെങ്കിൽ വിരോധമല്ലല്ലോ, അപ്പോ അങ്ങനെ ഇരുന്നാ മതി. ഇനി അതല്ലെങ്കിൽ, അതിന് കഴിയില്ലെങ്കിൽ അവൻ വലതു കൈ എന്ത് ചെയ്യട്ടെ, കുത്തിയിരുന്നോട്ടെ, അതിന് വിരോധമില്ല എന്നാണ് വിവരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇരുത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും നല്ലത് നമുക്ക് എങ്ങനെയാണ് ഇരിക്കാൻ സൗകര്യം എന്നുള്ളത്, ചമ്രംപടി ഇരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കുന്ന, നിസ്കാരത്തിൽ ഇരിക്കുന്ന ഇരുത്തം, അതൊക്കെ ചാരി ഇരിക്കുന്നതിനൊന്നും വിരോധമല്ല. പക്ഷെ ഈ ഒരു ഇരുത്തം മാത്രമാണ് വിലക്കപ്പെട്ടിട്ടുള്ളത്. പിന്നൊന്ന് മുട്ടുകെട്ടിയിരിക്കുന്നത് നമ്മൾ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. മുട്ടുകെട്ടിയിരിക്കുന്നത് ഹദീസ് വായിച്ചിരുന്നു. പിന്നെ ഒന്ന്, ഇരിക്കുന്ന സന്ദർഭത്തിൽ ഉറക്കം വരികയാണെങ്കിൽ, പള്ളിയിൽ സാധാരണ നേരത്തെ വന്ന് അങ്ങനെ ഇരിക്കുമ്പോ ഖുർആനും ദിക്റും അതൊക്കെ ചെല്ലുകയാണെങ്കിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യും, ഉറക്കം വരും സാധാരണ. അങ്ങനെ ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറിയിരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഒന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്യാണ്, പിന്നെ ഒന്ന് സ്ഥലം മാറിയിരിക്കുക. അപ്പൊ നമ്മൾ അനക്കം കൊണ്ട്, ചലനം കൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ഉറക്കം ഇതൊക്കെ ക്ഷീണവും ഇല്ലാതെയാകുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ നഅസ അഹദുക്കും വഹുവ ഫിൽ മസ്ജിദ്,
ഒരാൾ പള്ളിയിലായിരിക്കെ ഉറക്കം തൂങ്ങുകയാണെങ്കിൽ ഫൽയതഹവ്വൽ മിൻ മജ്ലിസിഹി ദാലിക ഇലാ ഗൈരിഹി, അദ്ദേഹം ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വേറെ സ്ഥലത്തേക്ക് ഇരിക്കട്ടെ, അവിടുന്ന് എഴുന്നേറ്റ് മറ്റൊരിടത്തേക്ക് ഇരിക്കുക. ഇത് ഇമാം അബൂ ദാവൂദ് തിർമിദിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ചില റിപ്പോർട്ടില് വെള്ളിയാഴ്ച ദിവസം ഉറക്കം വന്നാൽ എന്ന് തന്നെ വന്നിട്ടുണ്ട്. കാരണം വെള്ളിയാഴ്ചയാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യാതിരിക്കാറുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മള് പള്ളിയിൽ അല്ല, ഏത് സമയത്തും ഇരിക്കും. ഉറക്കം വരുമ്പോ അവിടെ നിന്ന് മാറി നിന്നാൽ മതി. അപ്പൊ ആ ഉറക്കം മാറുന്നതാണ് ഇൻഷാ അല്ലാഹ്. എന്നാല് ഖുതുബ നടക്കുന്ന സമയത്ത് ഒരാളൊന്ന് മയങ്ങിപ്പോയി, ഒന്ന് ഉറങ്ങിപ്പോയി, അയാളുടെ ഖുതുബ നഷ്ടപ്പെടുകയില്ലേ? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. കാരണം ഖുതുബ കേൾക്കൽ എന്താണ്, വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പൊ ആ സമയത്ത് ഉറങ്ങിയാൽ അയാൾക്ക് ഖുതുബ ലഭിക്കോ ഇല്ലേ എന്നുള്ളത് പല കാര്യങ്ങളെ കൊണ്ടും ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിസരബോധം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഉറക്കാണെങ്കിൽ, ചില ഉറങ്ങി എന്ത് ചെയ്യുന്നുണ്ടാവും, ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവും, തൂങ്ങിയിട്ടും ചിലർ വീഴാനൊക്കെ തുടങ്ങും. അങ്ങനെ പരിസരബോധം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണെങ്കിൽ ഒതു തന്നെ മുറിയുന്നതാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യണം, പോയി ഒതു ചെയ്ത് വരണം. നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് നമ്മളെ തന്നെ വിട്ടു കഴിഞ്ഞാൽ പിന്നെന്താവും, ഒതു മുറിഞ്ഞാലൊന്നും നമ്മൾ അറിയില്ല. അപ്പൊ അതുകൊണ്ട് അവര് ഒതു എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഒരാള് ഒന്ന് തൂങ്ങി ഉറങ്ങുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. ചിലപ്പോ ക്ഷീണം കൊണ്ടൊക്കെ ഒന്ന് മയങ്ങിയോ ഒന്ന് തൂങ്ങുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഖുതുബ നഷ്ടപ്പെടുന്നില്ല. പക്ഷെ നമ്മള് ഖത്തീബിന്റെ ഖുതുബ കേൾക്കുന്നത് മനസ്സിലാകാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ ആ ഖുതുബയുടെ മഹത്വം, അതിന്റെ പ്രതിഫലം നമുക്ക് എന്ത് ചെയ്യും, കേട്ട പ്രതിഫലം നഷ്ടപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഈ ഹദീസിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഖുതുബ പറയുന്ന സന്ദർഭത്തിൽ പിന്നെ മുട്ടുകെട്ടിയിരിക്കുന്നത് നബി വിലക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസ്, അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം ഖത്താബി റഹ്മഹുല്ലാ പറയുന്നുണ്ട്. തുഹ്ഫത്തുൽ അഹ്വദി എന്ന് പറയുന്ന ഈ അബൂ ദാവൂദിന്റെ ശറഹിൽ, തിർമിദിയുടെ ശറഹിൽ, ഇന്നമാ നഹാ അനിൽ ഇഹ്തിബാഇ ഫീ ദാലിക്കൽ വഖ്ത്, ആ സമയത്ത് ജുമാന്റെ സമയത്ത് മുട്ടുകെട്ടിയിരിക്കുന്നതിന് വിലക്കാനുള്ള കാരണം ലിഅന്നഹു യജ്ലിബുൻ നൗം, അത് ഉറക്കത്തെ വിളിച്ചു വരുത്തുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഉറക്കം വരും സ്വാഭാവികമായിട്ട്. വയുഅരിദു തഹാറതുഹു ലിൽ ഇന്തിഖാൽ, അവന് ഉളു മുറിയാനും സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് എന്ന് ഹദീസിൽ എന്ത് ചെയ്തിട്ട് അതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് വിവരിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ, ഉറക്കം വന്നാൽ കഴിയുന്നതും അവിടുന്ന് എന്ത് ചെയ്യുക, മാറിയിരിക്കുക, അങ്ങനെ ഉറക്കത്തെ ഒഴിവാക്കാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് വിവരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.